കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മതസാമുദായിക നേതാവായ കാന്തപുരത്തിൻ്റെ വേദിയിൽ പോയി മറ്റൊരു സമുദായത്തെ ആക്ഷേപിച്ച വി ഡി സതീശനെതിരെ NSSും SNDPയും ഒക്കെ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾ വർഗീയതയ്ക്കെതിരെ മതസാമുദായിക അധിനിവേശത്തിനെതിരെ വലിയ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് എന്ന് വി ഡി സതീശൻ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയതുകൊണ്ടോ അതുവഴി വി ഡി സതീശൻ ഹീറോയാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് കൊണ്ടോ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അത് UDFന് ഏതെങ്കിലും തരത്തിൽ ഗുണമാകും എന്ന് കരുതുക വയ്യ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നന്നായി പഠിച്ചിട്ടുള്ളവർക്കറിയാം, കേരളത്തിലെ മത സാമുദായിക സംഘടനകൾ ഒരുപക്ഷെ ഭരണത്തിൽ പോലും നിർണായകമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളവരാണ് എന്ന കാര്യം. അവരുടെ ഇടപെടലുകൾ എക്കാലവും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതികളെ നിശ്ചയിക്കുന്നതിൽ പരമപ്രധാനമായിരുന്നു എന്നുള്ള കാര്യം. ഇപ്പോൾ NSSൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയും SNDPയുടെ ജനറൽ സെക്രട്ടറിയും അത്തരത്തിൽ ജനങ്ങളെ, തങ്ങളുടെ സമുദായത്തിലുള്ള ആളുകളെ മുഴുവൻ ഒരു വശത്തേക്ക് സ്വാധീനിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. പക്ഷേ UDF കാലാകാലങ്ങളിൽ കേരളത്തിൽ അനുവർത്തിച്ചു വന്ന കൃത്യമായ സാമൂഹ്യ ബാലൻസിങ്, ആ ബാലൻസിങ്ങിനെ തെറ്റിക്കാൻ വി ഡി സതീശൻ്റെ ഈ മുന്നും പിന്നും നോക്കാതെയുള്ള നിലപാട് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഒരു വലിയ ആശങ്ക ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോഴുണ്ട്. അത് അവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് താനും. വി ഡി സതീശൻ ഇത് കോൺഗ്രസിൻ്റെ മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധിയെ സാക്ഷി നിർത്തിയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നതെങ്കിൽ അതിനെ ഒരു പാർട്ടി വേദിയിൽ നടത്തിയ മതേതര നിലപാട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എതിരാളികൾ പറയുന്നത് പോലെ അദ്ദേഹം അത് നടത്തിയത് ഒരു സാമുദായിക സംഘടനയുടെ പരിപാടിയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ ഒരു ആക്രമണം എന്ന നിലയിലാണ് അത് പറഞ്ഞതെങ്കിലും അതിനകത്ത് ആ പറഞ്ഞ വേദി പരമപ്രധാനമാണ്. അവിടെയാണ് പ്രശ്നം. കോൺഗ്രസ് പ്രത്യേകിച്ചും കേരളത്തിൽ അനുവർത്തിച്ചു പോന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് രീതിയുണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും LDFന് അനുകൂലമായ CPMന് അനുകൂലമായ ഒരു വികാരമുണ്ടായത്. ആ തിരിച്ചറിവിൽ നിന്ന് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്, മതസാമുദായിക സംഘടനകളുമായുള്ള ബാലൻസിങ് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു വശത്ത് കൊണ്ടുപിടിച്ച പരിശ്രമം നടത്തുമ്പോൾ വി ഡി സതീശനിൽ നിന്നുണ്ടായ ആ നിലപാട് പ്രഖ്യാപനം ഒരു വലിയ അളവ് വരെ കോൺഗ്രസ്സിന് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വി ഡി സതീശൻ മതസാമുദായിക നേതാക്കളെ പേടിക്കാത്ത ഹീറോയാണ് എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അങ്ങനെ ആകണം ഒരു നേതാവ് എന്ന് വിശ്വസിക്കുന്നയാളാണ് വ്യക്തിപരമായി. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നേതാവിന്, ഒരു മുന്നണിക്ക് എത്രയിടം വരെ പോകാനാകും? ഇപ്പോൾ വി ഡി സതീശൻ NSSൻ്റെ നേതാവിനെ കാണാൻ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. അത് നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയതാണ് എന്ന് സതീശൻ മറുവാദം ഉന്നയിക്കുന്നു. SNDP നേതാവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ക്രൈസ്തവ നേതാക്കളെ കാണുന്നതിനായി അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ കാറ്റ് കുറഞ്ഞപ്പോൾ ആ വാഹനം ഒരിടത്ത് ഒതുക്കിയിട്ടിട്ട് മറ്റൊരു സുഹൃത്തിൻ്റെ കാറിൽ കയറിപ്പോയതിനെക്കുറിച്ച് വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു മുന്നണിയെ നയിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകും എന്നറിയാവുന്ന ഒരാൾ ഒരു സമുദായ സംഘടനയുടെ വേദിയിൽ നിന്ന് മറ്റൊരു സമുദായ സംഘടനയുടെ നേതാവിനെ ആക്ഷേപിക്കുമ്പോഴുണ്ടാകുന്ന ക്ഷീണമുണ്ട്. ആ ക്ഷീണം സ്വാഭാവികമായി ആ ആക്ഷേപിക്കപ്പെടുന്ന സംഘടനയുടെ ആളിനുണ്ടാകും. അയാൾ പ്രശസ്തനാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല, അയാൾക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല അവിടുത്തെ വിഷയം. അതിനകത്തൊരു ക്ഷീണമുണ്ടാകും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വലിയ വേദിയിൽ രാഹുൽ ഗാന്ധി കൂടി പങ്കെടുക്കുന്ന മഹാപഞ്ചായത്ത് പോലെയുള്ള വേദിയിലാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ, NSSൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെയൊക്കെ ഇങ്ങനൊരു പരാമർശം നടത്തിയിരുന്നതെങ്കിൽ അതിന് കുറേ കൂടി വലിയ മാനം ഉണ്ടാകുമായിരുന്നു. അതങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷത്തെ നേതാക്കന്മാർക്ക് പോലും ചാടിക്കേറി മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിനായി UDF ശ്രമം നടത്തുകയാണ്, പ്രതിപക്ഷ നേതാവ് ശ്രമം നടത്തുകയാണ് എന്ന് പറയേണ്ടി വരുന്നത്. അവരുടെ പ്രസ്താവനയും അപക്വമായ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്തരത്തിൽ ഒരാളിൻ്റെ പ്രസ്താവനയെ ചാടിപ്പിടിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും CPM പോലെയുള്ള ഒരു പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ചേർന്ന പരിപാടിയുമല്ല. പക്ഷേ സതീശൻ ഉണ്ടാക്കി വെച്ച ഒരു വിനയുണ്ട്. അതൊരു വിനയാണ് എന്ന് നിസ്സംശയം പറയാനാകും.
എത്ര ഹീറോയാണ് എന്ന് സതീശനെ ഈ വിഷയത്തിൽ വാഴ്ത്തിപ്പാടിയാലും അദ്ദേഹം പറഞ്ഞ വേദി അത് ഒട്ടുമേ ഉചിതമായ വേദി ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഈ സാമുദായിക സംഘടനകളെ മുഴുവൻ തള്ളിപ്പറയുന്നു, അല്ലെങ്കിൽ അവരുമായി സന്ധിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളാണ് സതീശൻ എന്ന് പറയുമ്പോൾ, സതീശൻ്റെ ജില്ലയിൽ സതീശന് നിർണായക വാക്കുള്ള ഒരു ജില്ലയിൽ അവിടുത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ ഒരു മതസംഘടനയുടെ ഒരു മതത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം അവിടെ മേയറായ ആൾ തന്നെ എൻഡോഴ്സ് ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി. സതീശൻ എന്തേ പറഞ്ഞില്ല? ഞങ്ങൾക്ക് മതമൊന്നുമല്ല പ്രശ്നം, പാർട്ടിയാണ് പ്രശ്നം എന്നുള്ള നിലപാട് അവിടെ എറണാകുളത്ത് എന്തുകൊണ്ടുണ്ടായില്ല? കൊച്ചി മേയർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ടുണ്ടായില്ല? ആ ചോദ്യവും പ്രസക്തമല്ലേ? അപ്പോൾ നമുക്ക് ചിലയിടങ്ങളിൽ വേണം, ചിലയിടങ്ങളിൽ വേണ്ട എന്നുള്ള നിലപാടിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് സ്വാഭാവികമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന ആളുകൾ സതീശൻ്റെ ആ നിലപാടിനെ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDFനെ ചെറുതായൊന്നുമല്ല അത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കാരണം സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ കെ കരുണാകരനും AK ആൻ്റണിയും ഒക്കെ അനുവർത്തിച്ചിരുന്ന ഒരു വലിയ നിലപാട്, ഉമ്മൻചാണ്ടിയും ഒരു വലിയ പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആ ഒരു നിലപാട്, അതിൽ വെള്ളം ചേർക്കുന്ന ഒരു സമീപനം ഉണ്ടായി തുടങ്ങിയതാണ് കോൺഗ്രസിൻ്റെ അധപതനത്തിന് കേരളത്തിൽ കാരണമായത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ സമഗ്രമായി തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരമൊരു വേദിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശമുണ്ടാകുന്നതും അത് വലിയ വിവാദത്തിലേക്ക് മാറുന്നതും. എത്ര കരുത്തരായ നേതാവ്, വർഗീയവാദികളോട് സന്ധിയില്ലാത്ത നേതാവ്, ഒരു ജാതി സംഘടനകളോടും സന്ധിയില്ലാത്ത നേതാവ് എന്ന് പറയുമ്പോഴും അതേ ജാതി സംഘടനകളുടെയും മതസംഘടനകളുടെയും വേദിയിലേക്ക് നിരന്തരമായി പോകേണ്ടി വരുന്ന ആളുകളാണ് ഈ രാഷ്ട്രീയക്കാർ എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നേതാക്കൾക്കും അണികൾക്കും ഉണ്ടാകുന്നതും നല്ലതായിരിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ദൈർഘ്യമുള്ളപ്പോൾ ഒരു തരംഗം ആർക്കെങ്കിലും അനുകൂലമായിട്ടുണ്ടോ എന്ന സംശയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതിനുത്തരം ഇല്ല എന്നുള്ളതാണ്. കേരളത്തിലൊരു തരംഗമൊന്നുമില്ല, പക്ഷേ ഒരു ട്രെൻഡ് സെറ്റായിട്ടുണ്ട്. ആ ട്രെൻഡ് UDFന് അനുകൂലമായ ട്രെൻഡാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അത് ട്രെൻഡ് മാത്രമാണ് എന്നും അതൊരു തരംഗത്തിൻ്റെ സ്വഭാവത്തിലുള്ളതല്ല എന്നുള്ളതുമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകം, UDFനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ഘടകം. ഈ ട്രെൻഡ് എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാം. ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലൂടെ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ട്രെൻഡ്, ആ ട്രെൻഡ് UDFന് അനുകൂലമാണ്. പക്ഷേ അത് മാറ്റിമറിക്കാൻ കഴിയുന്ന ട്രെൻഡാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രമെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു ട്രെൻഡിനെ അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടം വരെ ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. ഒരു തരംഗത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ, അതൊരു വലിയ ജനവികാരമായി മാറുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ മറികടക്കുക പ്രയാസമാണ്. ഇപ്പോൾ തെലങ്കാനയിലൊക്കെ അങ്ങനെയായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തരംഗം രൂപപ്പെടുകയായിരുന്നു. കർണാടകയിൽ അങ്ങനെയായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തരംഗം രൂപപ്പെടുകയായിരുന്നു.